സിനിമയിലെ പിന്നാമ്പുറം പറയാൻ ധൈര്യം വേണം. പല പത്രപ്രവർത്തകരും ആ ധൈര്യം കാണിച്ചിട്ടുണ്ട്. മധു പൈപ്പന അടക്കമുള്ള പത്രപ്രവർത്തകർ, നട്ടലോടെ നിവർന്നു നിന്ന പത്രപ്രവർത്തകർ, പ്രഭാകരൻ പുത്തൂർ മറ്റൊരു പത്രപ്രവർത്തകൻ, പല്ലിശ്ശേരി മറ്റൊരു പത്രപ്രവർത്തകൻ. പക്ഷേ സിനിമാ രംഗത്തുള്ളവർ, അതായത് സിനിമയിലെ നടീനടന്മാർ, തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ അങ്ങനെ തുറന്ന് പറയാറില്ല. അടുത്ത കാലത്ത് കാസ്റ്റിംഗ് കൗച്ചൊക്കെ ചർച്ചാ വിഷയം ആകുന്നുണ്ടെങ്കിലും അതിനൊക്കെ എത്രയോ മുമ്പ് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും സിനിമാ രംഗത്തെ ജീർണതയെക്കുറിച്ചും പറഞ്ഞ ഒരു നടിയുണ്ടായിരുന്നു മലയാളത്തിൽ. ആ നടിയുടെ പേര് ലളിതശ്രീ. കോട്ടയത്ത് ജനിച്ച ലളിതശ്രീയുടെ കുടുംബം ബാല്യകാലത്ത് ആന്ധ്രയിലെ വിജയവാഡയിലേക്ക് മാറി. ലളിതശ്രീയുടെ കൗമാരകാലത്ത് പിതാവ് മരണമടഞ്ഞു. ലളിതശ്രീ സിനിമയിലെത്തി. തമിഴ് സിനിമയിലാണ് മുഖം കാട്ടിയതെങ്കിലും പിന്നീട് മലയാള സിനിമയിൽ അവർ സജീവമായി. തടിച്ച ശരീരമുള്ള ലളിതശ്രീ ഹാസ്യ റോളുകൾ ചെയ്യാൻ പ്രത്യേക വൈഭവം കാണിച്ചു. ജഗതി ലളിതശ്രീ ജോഡികൾ ഒരു കാലത്ത് പ്രേക്ഷകരെ കൊടുകുടെ പൊട്ടിച്ചിരിപ്പിച്ചു. നല്ല നടിയായിരുന്നു അവർ. പക്ഷേ അവരുടെ കലയ്ക്കനുസരിച്ച്, അവരുടെ നടന വൈഭവത്തിന് അനുസരിച്ച് അവർക്ക് നല്ല വേഷങ്ങൾ ലഭിച്ചില്ല. അതാണ് അവർക്കുണ്ടായ പരാജയം. ആ നല്ല വേഷങ്ങൾ ലഭിക്കാത്തതിന് കാരണവും ഉണ്ട്. ആദാമിൻ്റെ ഭാര്യയിൽ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത അവരെ സിനിമാ ലോകം തമസ്കരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് തന്നെ സിനിമാ ലോകം തമസ്കരിക്കുന്നതെന്ന് സിനിമാ മംഗളത്തിൽ എഴുതിയ ആത്മകഥയിൽ അവർ തുറന്നു പറഞ്ഞു. ആ ആത്മകഥ കോളിളക്കം സൃഷ്ടിച്ചു. ആത്മകഥ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് അവരെ സിനിമാ രംഗത്തെ പ്രമുഖർ സമീപിച്ചു. പക്ഷേ രണ്ടും കൽപ്പിച്ച് ആത്മകഥ എഴുത്ത് തുടർന്നു ലളിതശ്രീ. ലളിതശ്രീയുടെ ആത്മകഥയുണ്ടാക്കിയ വിവാദങ്ങൾ ചെറുതല്ല. പല നടന്മാരുടെയും മുഖം മൂടി അഴിഞ്ഞു വീണു ആ ആത്മകഥയിൽ. ആത്മകഥയിലെ ഒരധ്യായത്തിൽ ലളിതശ്രീ രതീഷിനെ കുറിച്ച് എഴുതുന്നുണ്ട്. KS ഗോപാലകൃഷ്ണന്റെ ഒരു ചിത്രത്തിൽ രതീഷായിരുന്നു നായകൻ. ലളിതശ്രീയും രതീഷും ഹോട്ടലിൽ അടുത്തടുത്ത റൂമുകളിലാണ് താമസിച്ചിരുന്നത്. സിഗരറ്റ് പാക്കറ്റിനുള്ളിൽ ഒരു കത്തെഴുതി, ഒരു ചെറിയ തുണ്ടുകടലാസിൽ ഒരെഴുത്തെഴുതി രതീഷ് ലളിതശ്രീക്ക് നൽകി. രാത്രി തന്നോടൊപ്പം കിടക്ക പങ്കിടാൻ വരണം എന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. ലളിതശ്രീ നിരസിച്ചു. മദ്യാസക്തനായ രതീഷ് ലളിതശ്രീയുടെ വാതിലിൽ തട്ടിവിളിച്ചു. ലളിതശ്രീ അന്നത്തെ സൂപ്പർ താരമായ രതീഷിനെ ആട്ടി പുറത്താക്കി. അത് കാരണം ആ സിനിമ ലളിതശ്രീക്ക് നഷ്ടപ്പെട്ടു. രതീഷിനെ പോലെയുള്ള ഒരു സൂപ്പർ താരത്തിന് കിടന്നു കൊടുക്കാത്ത ലളിതശ്രീക്ക് ഒരുപാട് അവസരങ്ങൾ അത് കാരണം നഷ്ടപ്പെട്ടു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ പ്രശസ്തനായ സംവിധായകൻ, തിരക്കഥാകൃത്തും സംവിധായകനും പത്രപ്രവർത്തകനും ഒക്കെയായ ഒരാൾ, അയാളുടെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല സിനിമ കേരളയിൽ, ലളിതശ്രീ ആത്മകഥയിൽ പറയുന്നുണ്ട്. പത്രപ്രവർത്തനം എൻ്റെയും ഉപജീവന മാർഗമാണ്. അദ്ദേഹവും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അകാലത്തിൽ മരണമടഞ്ഞു. ലിവർ സിറോസിസ് വന്നു. അദ്ദേഹം ലളിതശ്രീയെ കാമാസക്തനായി പലപ്പോഴും സമീപിച്ചിരുന്നു. അയാളെ ആട്ടിയകറ്റിയതിൻ്റെ പേരിൽ പല ക്ലാസിക് ചിത്രങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു. അയാളെ പ്രീതിപ്പെടുത്തിയിരുന്നെങ്കിൽ, രതീഷിനെ പ്രീതിപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള അവസരം തനിക്ക് ലഭിക്കുമായിരുന്നുവെന്ന് ലളിതശ്രീ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ലളിതശ്രീയുടെ കഥകൾ. പല സൂപ്പർ താരങ്ങളും
തന്നെ സമീപിച്ചിട്ടുണ്ട് എന്ന് ലളിതശ്രീ തൻ്റെ ആത്മകഥയിൽ എഴുതി. തൻ്റെ തടിച്ച ശരീരം സെക്സ് സിമ്പലായി പിന്നീട് അവർ ഉപയോഗിച്ചു. ചില ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. നല്ല അഭിനേത്രിയായിരുന്നു അവർ. പക്ഷേ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച് അതിജീവനം നേടാനായിരുന്നു, അല്ലെങ്കിൽ ഉപജീവനം നേടാനായിരുന്നു അവരുടെ വിധി. ലളിതശ്രീ പിന്നീട് വിവാഹം കഴിച്ചു. അത് വിവാഹമോചനത്തിൽ കലാശിച്ചു. പിന്നീട് സുചിത്ര എന്ന മകളെ എടുത്തു വളർത്തി, ദത്തെടുത്തു. ഇപ്പോൾ ചെന്നൈയിൽ ബ്യൂട്ടി പാർലർ നടത്തുകയാണ് അവർപ്പോൾ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് തമിഴ്നാട്ടിൽ, പ്രഭാഷകയാണ് തമിഴ്നാട്ടിൽ, ഫെമിനിസ്റ്റാണ് തമിഴ്നാട്ടിൽ. തൻ്റേതായ തുരുത്തിൽ ഒതുങ്ങിക്കൂടുന്നു അവർ. 68 വയസ്സായി ഇപ്പോൾ ലളിതശ്രീക്ക്. വലിയൊരു അഭിനയ ജീവിതത്തിൻ്റെ ആകത്തുകയാണ് ഈ നടി. അവരുടെ അഭിനയത്തിൻ്റെ വിസ്മയം ഒക്കെ കാണാൻ മലയാളികൾക്ക് വിധിയില്ലാതായിപ്പോയി. അതിന് കാരണം അവരുടെ ആർക്കും വഴങ്ങാത്ത സ്വഭാവമായിരുന്നു. സ്വന്തം അസ്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് സിനിമയിൽ നിലനിൽക്കുക എന്നുള്ളത് ലളിതശ്രീയെ പോലെയുള്ള നടിമാർക്ക് പ്രയാസമാണ്. പക്ഷേ അവർ നിലകൊണ്ടു. ഹാസ്യവേഷങ്ങളിൽ ഒതുക്കിയപ്പോൾ, തന്നിലെ അഭിനേത്രി ഹാസ്യവേഷങ്ങളിൽ ഒതുങ്ങിപ്പോയപ്പോൾ അവർ അതിൽ നിരാശയായില്ല. മറിച്ച് തൻ്റെ അസ്തിത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ അഭിമാനം പ്രകടിപ്പിച്ചു. ആ അഭിമാനം അവർക്ക് എന്നും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവരുടെ പ്രത്യേകത. ഇന്നത്തെ തലമുറയ്ക്ക് അവരെ അറിയില്ല. കാരണം ലളിതശ്രീയിൽ നിന്നും മലയാള സിനിമ ഒരുപാട് അകന്നുപോയിരിക്കുന്നു. ലളിതശ്രീ തൻ്റെ തടിച്ച ശരീരം ഹാസ്യത്തിൻ്റെ സിമ്പലായും സെക്സിൻ്റെ സിമ്പലായും ഒക്കെ ഉപയോഗിച്ചു. ശൃംഗാരവും ഹാസ്യവുമൊക്കെ അവരുടെ അഭിനയത്തിൻ്റെ മുഖമുദ്രകൾ ആയിരുന്നു. ക്ലാസിക് സംവിധായകർക്ക് നന്നായി ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഒരു അഭിനേത്രിയായിരുന്നു അവർ. പക്ഷേ KG ജോർജ് മാത്രമാണ് ആദാമിൻ്റെ വാരിയലിൽ അവരുടെ അഭിനയ മികവിനെ ചൂഷണം ചെയ്തത്. ഇതൊക്കെയാണ് ലളിതശ്രീയുടെ ആത്മകഥ പുസ്തകമാക്കാൻ പല പ്രസാധകരും മത്സരിച്ചിട്ടുണ്ട് അന്ന്. പക്ഷേ ഏതോ അപ്രസക്തരായ അല്ലെങ്കിൽ പ്രശസ്തരല്ലാത്ത പ്രസാധകർക്കാണ് അവർ ആ ആത്മകഥ നൽകിയത്. അതുകൊണ്ട് തന്നെ ആ ആത്മകഥയുടെ അലയൊലികൾ ഇന്ന് മലയാള സാഹിത്യത്തിലും ഇല്ല.